ന്യൂസുകളിൽ കിട്ടുന്ന അറിവുകൾ വെച്ച് തീരദേശവാസികൾ സത്യത്തിൽ ആശങ്കാകുലരാണ്. അത് സത്യത്തിൽ ചാനലുകളാണ് അവരെ ആശങ്കാകുലരാക്കുന്നത്. പിന്നെ വളരെ വിഴിഞ്ഞത്ത് തന്നെ ഇന്നലെ തന്നെ 2 കണ്ടെയ്നർ പോർട്ടിനോടനുബന്ധിച്ച് അവിടെ കോസ്റ്റ് ഗാർഡും തീരദേശ പോലീസ് സന്നാഹങ്ങൾ എല്ലാവരും അതിനെ കൃത്യതയോടുകൂടി അത് മാറ്റിയെടുക്കുന്നുണ്ട്. അതിനൊക്കെ വളരെ വളരെ ദീർഘവീക്ഷണത്തോടുകൂടി സർക്കാർ ചെറുതലയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുകയാണ്. നമ്മുടെ തീരത്ത്, കേരള തീരത്ത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒന്ന് സംഭവിക്കുന്നത്. ഇതുവഴി മറ്റ് ചില നല്ല കാര്യങ്ങളല്ല, അപകടമാണ്. ഇപ്പോൾ നമുക്ക് പാരുകൾ സൃഷ്ടിക്കുക, ഇപ്പം കൃത്രിമ പാരുകൾ സർക്കാർ ഈ കോൺക്രീറ്റ് സ്ലാബുകളിൽ ഈ ത്രികോണാകൃതിയിലും ചതുഷ്കോണാകൃതിയിലൊക്കെ സിമൻറ്റ് സ്ലാബുകളിലുണ്ടാക്കി കടലുകളിൽ താഴ്ത്തി പുതിയ പാരുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ 3ഓളം കപ്പൽ പാരുകളുണ്ട്. പഴയ ഒരു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് താഴ്ന്ന കപ്പലുകൾ പാരായിട്ട് ഇന്ന് മീനുകളുടെ കലവറയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് തിരുവനന്തപുരം ഈ കാറ്റ് തെക്കോട്ടായതുകൊണ്ട് ഈ ആഴത്തിലേക്ക് ചെന്ന് നിൽക്കുന്ന ഈ കണ്ടെയ്നറുകളൊക്കെ സത്യത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ഭാവിയിൽ നല്ലൊരു മീൻ ക്യാച്ചിങ്ങിനുള്ള ഒരു വലിയൊരു പാരുകളായി സംഭവിച്ച് കൂടായികയില്ല. അത് നമ്മുടെ ഒരു അപകടമാണ് എന്നും കരുതി നമ്മൾ വീണ്ടും കണ്ടെയ്നറൊക്കെ കൊണ്ട് കടലിൽ താഴ്ത്തണമെന്നല്ല പറയുന്നത്. ഒരു അപകടം സംഭവിച്ചു, അപകടത്തിനകത്ത് നമുക്ക് പോസിറ്റീവായ ചില വശങ്ങളും എൻ്റെ വീക്ഷണത്തിൽ ഞാൻ കണ്ടെത്തുന്നതാണ്. അതായത് 1600 കണ്ടെയ്നറുകളിൽ 500ഓളം കണ്ടെയ്നറെങ്കിലും വെള്ളത്തിനടിയിൽ അതിൻ്റെ ഉപരിതലത്തെത്തുകയും അത് പാരുകളാകുകയും അവിടെ മീനിൻ്റെ വലിയൊരു സംഗമം ഉണ്ടാകുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും അവിടെ തന്നെ ഈ അവസരത്തിൽ പോലും രാഷ്ട്രീയപരമായിട്ടുള്ള ചില കാഴ്ചപ്പാടുകളോടുകൂടി ചില കാര്യങ്ങളും വരുന്നുണ്ടല്ലോ. അതായത് വിഴിഞ്ഞവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അങ്ങനെ ഒരു തുറമുഖം വന്നതാണ് ഇതിനൊക്കെ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഇതിനെ കൂടി സഹിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ? അത് സത്യത്തിൽ തുറമുഖ വിരുദ്ധർ, അതായത് ഇവിടെ വിഴിഞ്ഞത്ത് തുറമുഖം വരാൻ പാടില്ല എന്ന്, അതായത് നേരത്തെ ഒരു ചർച്ചയിൽ ഞാൻ പങ്കെടുത്ത് പറഞ്ഞിരുന്നു. അതായത് എന്നും ട്രഡ്ജ് ചെയ്യുന്ന കൊച്ചിയാണ് മറ്റൊരു തുറമുഖം, പുറത്തുള്ള ഒരു തുറമുഖ പങ്കാളി ഇവിടെ നടത്തിക്കുന്നത്. വിഴിഞ്ഞെടുക്കാത്തത് എന്ത്? അപ്പോൾ ഇതിനകത്ത് ശക്തമായ ലോബികളുണ്ട് വിഴിഞ്ഞം വരാൻ. പക്ഷെ അത് എല്ലാവരുടെയും ചിന്തകളും വിരുദ്ധരുടെ എല്ലാ ചിന്തകളെയും മറികടന്ന് ഇന്ന് ലോകത്തിലെ വളരെ അടുത്ത് തന്നെ ഈ വിഴിഞ്ഞം തുറമുഖം വളരെ ഉച്ചസ്ഥായിയിലെത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പം അവർക്ക് കിട്ടുന്ന ഈ തുറമുഖ വിരുദ്ധർക്ക് കിട്ടുന്ന ഈ അവസരങ്ങളാണ്, ഈ കുഞ്ഞു അവസരങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് വിഴിഞ്ഞം തുറമുഖം വന്നതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചു എന്നുള്ള തരത്തിലെ കുപ്രചരണം ഇങ്ങനെ അടിച്ചു തള്ളി വിടുകയാണ്. അതിനെ സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ സമൂഹത്തിനകത്ത് നമ്മുടെ കൊച്ചു ഓൺലൈൻ ചാനലുകൾ ഇന്ന് കൂമ്പാരം പോലെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് എന്തെങ്കിലും വാർത്തകൾ വേണം. ആ വാർത്തകൾക്ക് വേണ്ടി ഈ ഒരു വാർത്തയെ അവർ വിഴിഞ്ഞം എന്ന ഒരു ഹെഡ്ലൈൻ വെച്ചുകൊണ്ട് എല്ലാം വിഴിഞ്ഞത്തു നിന്ന് പുറപ്പെട്ട കപ്പലാണ്, കൊച്ചിയിലേക്കുള്ള കപ്പലാണ്. അപ്പം നമ്മുടെ ഈ അറേബ്യൻ കടലിൽ ഏതെങ്കിലും ഈ വിഴിഞ്ഞം തുറമുഖം വരാതിരുന്നുവെങ്കിൽ മറ്റൊരു കണ്ടെയ്നർ ഷിപ്പിൽ ഒരു കണ്ടെയ്നർ ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങളോട് ഉണ്ടാകില്ല. ഒരു കുപ്രചരണങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സാധ്യത അവർ കണ്ടെത്തുന്നു. അവരുടെ ഉള്ളിൽ ഈ തുറമുഖത്തിനോടുള്ള വൈരാഗ്യപൂർവമായ കാര്യം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കൂടെ അതുകൂടി ചേർത്ത് പറഞ്ഞതേ ഉള്ളൂ. അതെ.